എല്ലാവർക്കും നമ്മുടെ വ്ളോഗ്സിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വീഡിയോ നമ്മുടെ അന്നമടക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം പറയാണ്. നമ്മുടെ ഉത്സവം എത്തിക്കഴിഞ്ഞു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഫ്ലക്സൊക്കെ വന്നു കഴിഞ്ഞു. അന്നമട മഹാദേവ ക്ഷേത്രം തിരുവോത്സവം 2025. നമ്മുടെ ഉത്സവം ഫെബ്രുവരി 27 കൊടിയേറി, മാർച്ച് 8 കൊടിയിറങ്ങി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുക്കണത് ഡിസംബർ 10 ആണ് എടുക്കണത്. പെട്ടെന്നാണ് കണ്ടത് ഈ അമ്പലത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണത്. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളാണ് അറിഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അതിപ്പോൾ ഇവിടെ നമ്മുടെ ദേവസ്വം ഓഫീസത്തിനുള്ള ഈ ഒരു ഏരിയ കുറച്ചൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നിറയെ പുല്ലായിരുന്നു. നമുക്കറിയാം, നമ്മൾ സ്ഥിരം ആർക്കറിയാം, ഭയങ്കര നിറയെ പുല്ല്, 2-3 ആൾ പൊക്കത്തിനൊക്കെ ഉള്ള പുല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കിറ്റാഴ്ച ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊക്കെ അവിടെ ആ ഭാഗങ്ങൾ ക്ലീനായി തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിൻ്റെ അന്നദാനം ഈ ഒരു സ്ഥലത്തായിരുന്നു നടന്നത്, അന്നദാനം. അപ്പോൾ ഊട്ടുപുരയിൽ സ്റ്റേയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം നമ്മുടെ അന്നദാനം നടന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലീനിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത് ക്ലീൻ ചെയ്താലാണ് സമയമുണ്ടെങ്കിലും വെച്ചാൽ ആ പുല്ലിൻ്റെ കുറ്റികളൊക്കെ പോയിട്ട് ഒന്ന് പിടുത്തം വരാനായിട്ട് ഇപ്പോഴേ ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ അതാ കിറ്റാച്ചി കൊണ്ട് ഒരു ബംഗാളിയായിട്ടാണ് കിറ്റാച്ചിയുടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാത്തിനും നമ്മുടെ കേരളത്തിലെ ബംഗാളികളാണല്ലോ, ഏത് പണിക്കലും എവിടെയെല്ലാം അങ്ങനെ തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അടുപ്പിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്കവിടെ കാണാം. അടുപ്പ് സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഏരിയ ആണത്. പുല്ലൊക്കെ നിറയെ പുല്ലായിരുന്നു. കണ്ട നമുക്ക് കാണാം. നല്ല മുള്ളുള്ള കുറേ ഇതൊക്കെ. കഴിഞ്ഞ തവണയൊക്കെ തീറ്റപ്പുല്ലായിരുന്നു കൂടുതൽ. പക്ഷേ ഓരോ തവണ ഓരോ വിത്തിനെ പുല്ലിൻ്റെ വിത്തിന് വേറെ ഉണ്ടാവണം. അപ്പം അതിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു വലിയ, ഇതുപോലെ കുറേ സൂര്യകാന്തിൻ്റെ ഇപ്പോൾ ഉള്ള പൂക്കളൊക്കെ ഒരു മരം ഉണ്ടായിരുന്നു, കുറേ പൂക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഏരിയ അതെ അതിനിടയ്ക്ക് അവിടെ ഫ്ലക്സൊക്കെ എടുത്ത് പറക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട നിമിഷ നേരം കൊണ്ട് ഈ പറഞ്ഞ പോലെ കിറ്റാച്ചി കൊണ്ട് എല്ലാം ചടപടേന്നാവും. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുല്ലൊക്കെ ഇതൊക്കെ ഈ ഏരിയ മൊത്തം ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം അവിടെ ഉണ്ട് കച്ചേരി. ഇപ്പുറത്തെ സൈഡ് കുറച്ച് ക്ലീൻ ആക്കുന്നുണ്ട് ആ ഏരിയ. നമ്മുടെ ദേവസ്വം ഓഫീസ്, പിന്നെ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലും തുടങ്ങിയിട്ടുണ്ട് വർക്കുകൾ, ഓരോരോ വർക്കുകൾ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉത്സവം 10 ദിവസം എന്നല്ല, ഈ ഫെബ്രുവരി 26 ശിവരാത്രിയാണ്. അതുപോലെ 27 കൊടിയേറി, 8 ഉത്സവം അവസാനിച്ച് 9 നമ്മുടെ മുടിയേറ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 12 ദിവസം ശരിക്കും ഒരു ഉത്സവം ആണ്. 12 ദിവസം നമ്മൾ തിരക്കിലായിരിക്കും അടുപ്പിച്ച്. ഇപ്പോഴേ നമ്മളൊരു വൈബ് നമുക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കുമെങ്കിലും 12 ദിവസം നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ സ്റ്റേജിൻ്റെ ഭാഗം ഇവിടുത്തെ പുല്ല്, പിന്നെ പിള്ളേരൊക്കെ കളിക്കുന്ന കാരണം കുറേയൊക്കെ വലിയ കുഴപ്പമില്ല. അവർ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ആ ഏരിയ വലിയ പ്രശ്നമില്ല. എന്നാലും പുല്ലുണ്ട്, അതിപ്പോൾ അറിയാമല്ലോ നമുക്ക്. പുല്ലിപ്പോൾ എത്രത്തോളം നമ്മൾ മാറ്റില്ല, അങ്ങനെ വലിയ ഇതില്ല. ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് ഈ നമ്മുടെ നടവഴിയുടെ ഇപ്പുറത്തൊക്കെ പുല്ലൊക്കെ ചെത്തിയിരുന്നു. പക്ഷെ അത് അതിനിടയ്ക്ക് മഴയും പെയ്തപ്പോൾ ഇങ്ങനെ കിളിർത്ത് വരും. പിന്നെ അങ്ങനെ പെട്ടെന്ന് പുല്ലങ്ങനെ മുളച്ച് വരും. നമ്മുടെ ഇടയിൽ കൂടെ പാരിജാത മരം കാണുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അപ്പുറത്തുള്ളൊരു പാരിജാതത്തിൻ്റെ ഇത് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേജിൻ്റെ ഏരിയ. ഇവിടെ ആ മൂലക്ക് നല്ല വലിയ പുല്ലുകളാണ്. കാരണം ഇപ്പോൾ ഈ ഓണത്തിനിടയ്ക്ക് തുമ്പക്കാട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറിക്കാൻ അതിൻ്റെ ഇടയിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ കൂടുതൽ തൊട്ടാവാടികളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പോയി പറിക്കാനൊക്കെ, എന്നാലും ആളുകളെല്ലാവരും ഇങ്ങനെ ചകഞ്ഞ് പോയി എടുക്കുന്നുണ്ടായിരുന്നു. ഇതേ നമ്മുടെ ഊട്ടുപുരയുടെ ഭാഗം. ഇപ്പോൾ കഴിഞ്ഞ തവണ അവിടെ ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല ഇപ്പോൾ സ്റ്റേ ഒക്കെ മാറി. പക്ഷെ എന്നാലും കഴിഞ്ഞ തവണ അവിടെ ചെയ്ത സ്ഥിതിക്ക് അവിടെ എല്ലാം കൊണ്ട് അവിടെയാണ് സൗകര്യം. അപ്പോൾ അവിടെ തന്നെയാണ് ഇത്തവണയും നമ്മൾ അന്നദാനമൊക്കെ ചെയ്യുന്നത്. സ്റ്റേജിൻ്റെ ഭാഗം, ഫ്രണ്ടിൻ്റെ ഭാഗം, ഇവിടെയൊക്കെ ഇനി ഈ ഒരു മുകളിൽ നമ്മളിനി കാണാൻ പോകണം. ഇനി ഓരോ ദിവസം ചെല്ലും തോറും ഇതൊക്കെ നമുക്ക് കസേര കിട്ടിയിട്ട് ഇരുന്ന് പ്രോഗ്രാം കാണാനുള്ളൊരു ഏരിയയാണ് ഇവിടെ കാണുന്നത്.
വടക്കേ ഗോപുരം നട. ഇപ്പോൾ അതൊക്കെ ലോക്കഡാണ്. ഇപ്പോൾ ഉത്സവം സമയമാകുമ്പോഴേക്കും അതൊക്കെ തുറന്നിടും. നമുക്കത് ആ വശത്തുള്ളവർക്ക് അതിൽ കടന്നു വരാം. ഇതിപ്പോൾ ഈ മഹാവിഷ്ണുവിൻ്റെ നട എത്തിക്കുന്നു. അങ്ങനെ അപ്പോൾ അതെ അവിടെ ഊട്ടുപുരയുടെ ഭാഗം, അവിടെ ഊട്ടുപുര അടുത്തുള്ള ഒരു കുളമുണ്ട്. കുളം നമ്മൾ വെള്ളമൊക്കെ അവിടെ ആവശ്യമൊക്കെ എടുക്കാറുള്ള ഒരു കുളം. അതിപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഉപയോഗമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് അവിടുത്തെ കുറേ ചവറുകളും കാര്യങ്ങളൊക്കെ വീണ് അതിൻ്റെ ഒരു ക്ലീനിങ്ങും കൂടിയാണ് നടക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരത്തെ അവിടെ കിട്ടിയാച്ചൊക്കെ വന്നിട്ട് അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് ഇന്നലെ ആയിരുന്നു, പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ഇത് അവിടെയൊക്കെ ഒന്ന് നിരപ്പാക്കി ഇട്ടിട്ടുണ്ട്. ആ കുളത്തിൻ്റെ ആ ഫ്രണ്ട് ഭാഗമൊക്കെ മണ്ണൊക്കെ എടുത്ത് അവിടെ ഉള്ള പുല്ലും ഇതൊക്കെ മാറ്റി മണ്ണൊക്കെ നീക്കി നിരപ്പാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മുടെ അമ്പലത്തിൻ്റെ കൗണ്ടറാണ് കാണുന്നത്. അപ്പോൾ അവിടെയും കുളത്തിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട്. പിന്നെ ഇതാ കാണുന്നത് നമ്മുടെ പണ്ട് വെടിപ്പുര എന്ന് പറയാറ്, പക്ഷേ ഇപ്പം അങ്ങനെ വഴിപാട് അങ്ങനെ ഒന്നുമില്ല അവിടെ. അങ്ങനെ വെടിപ്പുര എന്ന് പറയണം, അങ്ങനെയാണ് കേട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ മുന്നത്തെ തവണ അവിടെ അങ്ങനെ നമ്മൾ ഈ അന്നദാനത്തിനുള്ള സമർപ്പണം വെക്കുമല്ലോ ആളുകൾ, അതൊക്കെ അവിടെ സ്റ്റോർ റൂമായിട്ട് അവിടെ വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണാണ്. അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുളത്തിൽ കണ്ട ആകെ ചവറൊക്കെ ആയിട്ട് അതൊക്കെ നല്ലോണം വറ്റിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ നിറയെ ഇത് പുല്ലും ഇതൊക്കെ വെട്ടി നികപ്പാക്കിയിട്ടുണ്ട്. കുളത്തിൻ്റെ ഭാഗത്തിൻ്റെ ഒരു ഏരിയ. ഇപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അമ്പലത്തിൽ ശിവേലിൻ്റെ ഒരു സമയം, ഒരു 10:30 സമയമൊക്കെ ആയിട്ടുണ്ട്. ആളുകളൊക്കെ കുറവാണ് ആ സമയമാകുമ്പോഴത്തേക്കും. മഹാവിഷ്ണുവിൻ്റെ ഭാഗമാണത്. ഒരു നല്ലൊരു സൈലൻ്റായിട്ടുള്ളൊരിത് കൊട്ടുണ്ട് ഇട്ടത്. ഇപ്പോൾ ഞാൻ ആ സമയത്ത് കൊട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ ടൈമിൽ ചെറിയൊരു സൈലൻ്റാണ്. ആ സമയം ആളുകളൊന്നും അധികം ഉണ്ടാവില്ല. എല്ലാവരും ഇതും പോയി 1000 കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ശിവേലി അടക്കുക. അപ്പോൾ അവിടെ ഒരു അയ്യപ്പൻ വിളക്കിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. നമ്മളവിടുത്തെ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ ഡിസംബർ 26-ാം തീയതിയാണ്. അതിൻ്റെ ഒരു ഫ്ലക്സ് അവിടെ വെച്ചിട്ടുണ്ട്. ദീപാരം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെന്തോ കണക്കൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത്. ഇത് നമ്മുടെ ഒരു സ്റ്റേജ് കേട്ടോ. ഈ ഭാഗത്ത് ഇതവിടെ കാണില്ല. അത് അവിടെയും ഒരു സ്റ്റേജ് വരും ഉത്സവത്തിന്. അവിടെയും ഒരു ചെറിയ കുറത്തിയാട്ടം അതുപോലെ ചെറിയ പരിപാടികളൊക്കെ അവിടെ വയ്ക്കാറുണ്ട്. ഇത് കിഴക്കേ നടയുടെ ഭാഗം, കിഴക്കേ ഭാഗമാണ്. ഇത് വലിയൊരു പൂവളം മരം കണ്ട. അതിൻ്റെ പൂവളത്തിൻ്റെ കായ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട്. അടുത്ത് പോയി കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ അടുത്തിട്ട് കാരണം ഞാൻ അങ്ങോട്ട് പോകണില്ല. പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിക്കാം. വലിയ കായകളുണ്ടായിട്ടുണ്ട് അതിൽ. പിന്നെ കണ്ട ഇവിടെ കുറച്ചാൾ മുന്നേ നമ്മുടെ ഈ നാളുകളനുസരിച്ചുള്ള മരങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മെയിൻ്റെനൻസ് ഇല്ലാത്ത കാരണം അതൊക്കെ പോയി. പിന്നെ അതേ ഒരു മറ്റ് ചെറിയൊരു മുളയില്ലേ, എല്ലിമുള, അത് കണ്ടോ. ഈ ശരിക്കും ഫോട്ടോ സെഷനൊക്കെ പറ്റിയ നല്ലൊരു ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുപാടും കിട്ടാൻ. കാരണം നമുക്ക് ശനി ഞായറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ഇതാണ്, നല്ലൊരു സ്പേസാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഓരോ ഏരിയയും. ആലുമ്പ തന്നെ ആ വള്ളികളൊക്കെ കണ്ട അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്, ഈറ്റുണ്ടായിന്. പിടിച്ചാലും പെട്ടെന്നൊന്നും പോരൊന്നുമില്ല. ഇതാണ് നമ്മുടെ തെക്കേ ഭാഗം. അത് നമ്മുടെ ഏരിയ, അത് ഞങ്ങളുടെ ഏരിയ. ഇത് കണ്ടോ, ഈ ആ കണ്ടാണ് എൻ്റെ വീട്. കണ്ടോ, ഇതാണ് എൻ്റെ വീട്. ശരിക്കും നമുക്ക് ഉത്സവത്തിലൊന്നും അമ്പലത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിറയെ പുല്ലുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന സമയത്തൊക്കെ ഹസ്ബൻഡ് അവരൊക്കെ കൂടിയിട്ട് പുല്ലൊക്കെ വെട്ടാറുണ്ട്. അതേ നമ്മുടെ കൊടിമരം കണ്ടോ, കൊടിമരം നമ്മുടെ ഉത്സവത്തിന് അവിടെയാണ് നമ്മുടെ കൊടി വരുന്നത്. ഇപ്പോൾ 27-ാം തീയതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്തൊക്കെ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ പോയിട്ട് അവർ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ 2012 ആ സമയം കേട്ടോ. അപ്പോൾ വന്ന് അവരെല്ലാവരും കൂടി പുല്ല് വെട്ടുന്ന ചെറിയ മെഷീൻ്റെ പുല്ലൊക്കെ വെട്ടായിരുന്നു.
അതിനുവേണ്ടി ഒരു ഡ്രസ്സൊക്കെ ഉണ്ട്, വന്നൊരു വർക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് വന്ന് പുല്ലൊക്കെ എത്തുമ്പോൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പിന്നെ എല്ലാവരും സെറ്റിലായപ്പോൾ അതിനുള്ള നേരം ഇതൊന്നുമില്ല. അത് കാരണം ഇപ്പോൾ ഈ ഇടയായിട്ടൊക്കെ അങ്ങനെ ഈ മെഷീൻ തന്നെയാണൊക്കെ ചെയ്യണത്. ഇപ്പം നമ്മൾ കണ്ടില്ല, അയ്യപ്പൻ്റെ ഇടയ്ക്ക് ശബരിമല സീസണാണല്ലോ, അപ്പോൾ ആളുകളൊക്കെ മാലക്ക് ഉരി വയ്ക്കുന്നുണ്ട് അവിടെ. മലയ്ക്ക് പോയി വന്നിട്ട് അമ്പലം എപ്പോഴും ഓപ്പൺ ആയിരിക്കും. മലയ്ക്ക് പോയി വന്നിട്ട് നാളെ അടയ്ക്കാനുള്ള സൗകര്യത്തിനായിട്ട് അമ്പലം എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പിന്നെ മാലൊക്കെ അവിടെ തന്നെയാണ് അവർ എല്ലാവരും ഊരിടുന്നത്, അടയ്ക്കുക തന്നെ. ഇത് നമ്മുടെ തെക്കേ നട, നമ്മുടെ തെക്കേ ഗോപുരം, ആനവാതിൽ ഞങ്ങളൊക്കെ പറയും, ആനവാതിരിക്കാൻ. ഇതാണ് ഞങ്ങളുടെ സ്പേസ്. ഞങ്ങളെല്ലാവരും ഉത്സവത്തിന് ഞങ്ങളുടെ ഏഴ് ആളുകളൊക്കെ കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണത്. വൈകുന്നേരം നേരത്തൊക്കെ ഇവിടെ നമ്മൾ എഴുന്നള്ളിപ്പ് കണ്ട് നമ്മൾ അവിടെ ഇരുന്നാണ് കാണുന്നത്. ഞങ്ങളുടെ സ്പേസ് അതാണ്. നല്ലോണം പോലുണ്ട്, കുറേ തൊട്ടാവാടുകളാണ് കൂടുതലും. തീരെ പറ്റുകയാണ് വേണം, അവിടേക്ക് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഈ മത്തങ്ങയൊക്കെ ഉണ്ടായിട്ട് അതിനുള്ളിൽ നിന്നൊക്കെ നമുക്ക് വലിയ വലിയ മത്തങ്ങക്കുരാണ് കിട്ടിയിരുന്നു കേട്ടോ. അമ്പലത്തിൽ അങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഇതാ ഇവിടുത്തെ കൃഷ്ണൻ്റെ ഇടയ്ക്ക് എത്തി. അപ്പോൾ അതിടയ്ക്ക് തിരുമേനിനെ കണ്ടു. കുറച്ച് നേരം തിരുമേനി വർത്തമാനം പറഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആല് കണ്ട നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ആല് കണ്ടില്ലേ, അവിടെ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ആനകളൊക്കെ നിൽക്കുന്ന ഈ വശത്തായിരിക്കും. അപ്പോൾ ഈ മൂലയ്ക്കായിട്ട് ഒരു 3 ആന എന്തായാലും കിട്ടും. ആ 3 മൂലയ്ക്കായിട്ട് ഈ തറമൊക്കെ ആനപ്പന്മാരൊക്കെ വിശ്രമിക്കുന്നതൊക്കെ അവിടെ ആയിരിക്കും. രാത്രി കണ്ടതുകൊണ്ട് അവിടെയാണ്. അതുപോലെ ആനകളെ കുളിപ്പിക്കുന്ന ഒരു സ്പേസും ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൽ നിന്നിട്ട് നമുക്ക് സുഖമായിട്ട് ആ കാഴ്ചകളൊക്കെ കാണാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറേ കാഴ്ചകൾ, കുറേ ആളുകൾ വന്നിട്ടുണ്ടാവും. ആന കുളിപ്പിക്കുന്നത് കണ്ട് കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടാവും. പിന്നെ അമ്പലത്തിലേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നാണ് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വരാറുണ്ട്. പിന്നെ അതേനാ ഗോശാലയുടെ 2 പശുക്കൾ ഞാൻ അവിടെ നിന്ന് കാണിച്ചത്. കാരണം നിറയെ പുല്ലാണ്, നിറയെ അങ്ങോട്ടേക്ക് അധികം എടുക്കാൻ പറ്റില്ല, പുല്ലാണ് നിറയെ. നിങ്ങൾക്ക് ഇതൊക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിങ്ങനെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ടാണ് ഇതൊക്കെ ഒരു ക്ലീൻ ആവും. പക്ഷേ ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയാൽ നമുക്കത് ഒരു പരുവം വരും. കാരണം കുറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർ നടന്നപ്പോൾ പിള്ളേരൊക്കെ ആയാലും കളിച്ച് അതൊക്കെ പൊക്കോളും. ഇതിപ്പോൾ നമ്മുടെ ആന ഇപ്പോൾ ഇവിടെ കിണറിൽ നിന്നാണ് നമുക്ക് ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാറ്. ഇവിടെ ചെറിയ തൊട്ടി കണ്ട, അതിൽ കുറച്ച് വെള്ളം ആനയ്ക്ക് വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. എന്നിട്ട് നമ്മുടെ കിണർ നെറ്റൊക്കെ ഇട്ടും കൊണ്ട്, പക്ഷേ ആ മരം ഇങ്ങനെ എത്ര വെട്ടിയാലും ഇങ്ങനെ പോരും. അപ്പോൾ അങ്ങനെ അവിടെ കിടന്നാണ് കിണർ. വെള്ളം നല്ല വെള്ളം കേട്ടോ, അതങ്ങനെ കാടൊന്നും നല്ല വെള്ളമാണ് അതിലുള്ളത്. ഇതാ ഇപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് നട ഭാഗം, നേരത്തെ കണ്ട ഭാഗം. ഇനി ഇവിടെ ഒക്കെ ക്ലീനിങ് ആയിരിക്കും. ഇനി ഈ ഭാഗമൊക്കെ ഓരോ ദിവസം ഓരോന്നോരോന്ന് ചെയ്ത് തന്നെ വരും. അങ്ങനെ പിന്നെ ഇനി കിഴക്കേ ഭാഗത്ത് കുളത്തിൻ്റെ ഭാഗത്തും അവിടെയും കുളം അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടിഞ്ഞാറ് നടയതേ ഫ്രണ്ടിൽ ഇപ്പോൾ അവിടെയാണ് കിറ്റാച്ചി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ സ്പേസായിട്ട്. ഇപ്പോൾ കുളത്തിൻ്റെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിറയെ പുല്ലാണ്. നമ്മളെ കിഴക്കേ നടയുടെ കുളത്തിൻ്റെ അവിടെ ഇതാ കണ്ട, ഇപ്പോൾ പുല്ല് ആദ്യം ഉണ്ടായിരുന്ന പുല്ലിൽ നിന്നൊക്കെ കുറേ വിത്തുകൾ ഇങ്ങനെ വന്നിട്ട് വീണ്ടും അടിച്ചടിച്ച് കട്ടക്കുത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ മുന്നേ ഇത്രയ്ക്കും കുഴപ്പമുണ്ടാവില്ല. അതിങ്ങനെ കൂടി വരുമ്പോൾ പിള്ളേരിപ്പോൾ ഇങ്ങനെ വരുന്നില്ല, അവിടെ ഫ്രണ്ടിലാണ് കളിക്കണത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഒന്ന് നടക്കുമ്പോൾ ഇത്രയ്ക്കൊരു ഇതുണ്ടായിരുന്നില്ല. നിറയെ ചെറിയ മുള്ളുള്ള ഇല അതൊക്കെയാണ്. ഇനി ഇവിടെയും ഓരോ ദിവസം കിളി നടക്കും. കിറ്റച്ച അവിടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ വേറെ ടൈം എടുക്കുന്നത്, അപ്പോൾ ഓരോ സമയം എടുക്കുന്നവരും ഓരോരോ ഭാഗത്ത്. ഇതിപ്പോൾ ഞാൻ രജിച്ചിട്ട് മലയ്ക്ക് പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് വന്നെടുത്തൊരു സമയത്ത് എടുത്തതാണ്. അവരുള്ളിലേക്ക് പോയേക്കാണ് മാല നാളെ ഉടയ്ക്കാൻ, മാല ഉടനൊക്കെ. അപ്പോൾ ആ സമയം ഞാൻ ചെറിയ ഗ്യാപ്പിലെടുത്തതാണ് ഇത്. അപ്പോൾ ഇനി എന്തായാലും ഇനി ഓരോ ദിവസത്തെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവമായിട്ടുള്ള ഒരുക്കങ്ങൾ ഞാൻ എന്നോട് പറ്റാവുന്നത് ഞാൻ കാണിക്കാം. ഇനി നമുക്കെല്ലാം ഓരോ ദിവസം കാത്തിരിപ്പാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ഇട്ടായിട്ട് വരാം.